ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഏതു ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി പ്രൊമോ ആയിട്ട് കൂട്ടുകാരെ പുറത്തുവിട്ടിരിക്കുന്നത്. എല്ലാവരും നമ്മുടെ എന്താ പറയാ അശ്വിന്റെയും നമ്മുടെ ശ്രുതിയുടെയും കഥ അറിയാൻ വേണ്ടി ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിരുന്നല്ലേ. അപ്പൊ എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മനോരമയുടെ ഭർത്താവിനടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ എനിക്ക് സംശയമുണ്ട്, അവരുടെ കല്യാണത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ട് ഏട്ടാ. എന്താ പറയാ ശ്രുതിയും അശ്വിനും മര്യാദക്കല്ല ജീവിക്കുന്നത്, എനിക്കതിൽ എന്താ പറയാ നല്ല സംശയമുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനോരമ ഭർത്താവിനോട് പറയുന്നത് നമ്മുടെ അശ്വിൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ മനോരമ ഇങ്ങനെയും പറയുന്നുണ്ട്, ഞാൻ അവരുടെ മുറിയിൽ ഒളിഞ്ഞു നിന്ന് പോയി നോക്കണുണ്ട്, എന്നിട്ട് വേണം എനിക്കെല്ലാം കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അശ്വിൻ എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ അശ്വിൻ അറിയാം നമ്മുടെ അശ്വിന്റെ മുറിയിൽ എപ്പോ വേണമെങ്കിലും നമ്മുടെ മനോരമ ഒന്ന് നോക്കാന്ന്. അപ്പൊ നമ്മുടെ അശ്വിൻ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ മനോരമ ഇങ്ങനെ ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കുന്ന രംഗം നമ്മുടെ അശ്വിൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മനോരമ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതി ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്ന രംഗങ്ങൾ തന്നെയായിട്ട് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് പിന്നീട് നമ്മുടെ വീട്ടുകാരൊക്കെ കൂടി നമ്മുടെ ശ്രുതിയെ വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി എന്റെ ഭാര്യയാണ്, അവളെ ഇനി ആരും ശല്യപ്പെടുത്തരുത്, അത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മുടെ ശ്രുതിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടുകാരുടെ ആ ഒരു ചോദ്യങ്ങളിൽ നിന്നും. അതിനുശേഷം ഇവര് പുറത്തു പോകുന്നുണ്ട്. നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ ഭയങ്കര നാടകം കളിയാട്ടോ. ഇങ്ങനെ സംശയമുണ്ടെന്ന് അറിഞ്ഞപ്പോഴും നമ്മുടെ അശ്വിൻ പിന്നെ നാടകം കളി കൂടി. നമ്മുടെ ശ്രുതിയെ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ എന്താ പറയാ കയ്യിലിട്ട് ഇങ്ങനെ ആട്ടുക. അപ്പൊ നമ്മുടെ ശ്രുതിയായിട്ട് പുറത്തു പോകുന്നു. ശേഷം നമ്മുടെ ശ്രുതി ഇങ്ങനെ പുറത്തു പോയേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് വയ്യ നാടകം കളി, ഞാൻ മതിയാക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അശ്വിനെ ധിക്കരിച്ച് നമ്മുടെ ശ്രുതി ഇങ്ങനെ വീട്ടുകാരോട് പറയാൻ പോകുന്ന ഒരു രംഗങ്ങൾ തന്നെയായിട്ട് കൂട്ടുകാരെ നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അല്ലെ ഇനി അവിടെ നടക്കാൻ പോകുന്നത്? അപ്പൊ എന്തായാലും നമുക്ക് ഉറപ്പാണ് ശ്രുതിയെ കൊണ്ട് വീട്ടുകാരോട് ആ സത്യങ്ങളൊന്നും നമ്മുടെ അശ്വിൻ പറയിപ്പിക്കില്ല എന്ന്. അത് പോട്ടെ, അത് പറയിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ശ്രുതിക്ക് പറയാനുള്ളത് നമ്മുടെ അശ്വിൻ കേട്ട് ശ്രുതിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് നമ്മുടെ അശ്വിൻ മനസ്സിലാക്കി ആ ഒരു പഴയ ഒരു ശ്രുതിയോടുള്ള ഒരു പ്രണയം അത് തിരികെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു അല്ലെ. ആ ഒരു പ്രണയം കാണാനാണ് നമ്മുടെ അശ്വിൻ ശ്രുതി, ആ ഒരു പ്രണയം കാണാൻ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആഗ്രഹം അല്ലെ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു മുഹൂർത്തങ്ങൾ തന്നെ ആവട്ടെ വരാൻ പോകുന്നത് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.